നമസ്കാരം. മഞ്ചേശ്വരത്തിൻ്റെ പ്രത്യേകത അതൊരു ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ല, അത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലം. 1,35,000 എന്നാണ് ഞാനൊരു കണക്ക് കേട്ടത്. 1,35,000 മുസ്ലിം വോട്ടുകൾ, 75,000 ഹിന്ദു വോട്ടുകളേ ഉള്ളൂ. എന്നിട്ടും 2 ക്രിസ്ത്യാനികൾ, ഏതാണ്ട് 10,000 വോട്ടങ്ങാണ്ടേ ഉള്ളൂ ക്രിസ്ത്യാനികളോടെ. അച്ചായന്മാർ എന്തിനാ അവിടെ പോയി മത്സരിക്കുന്നത്? നമുക്കൊരു പിടിയില്ല. നിൽക്കുകയാണ് രണ്ടുപേരും, ഞങ്ങൾ മത്സരിക്കും. അത് നമ്മൾ മത്സരിക്കും, ജയിക്കും എന്നൊക്കെ പറയണം. കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ അല്ലേ, മഞ്ചേശ്വരത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഹിന്ദുക്കൾ 2ാം സ്ഥാനത്താണ് ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ. ക്രിസ്ത്യാനികളാണെങ്കിൽ ആകെ 10,000 പേരെ എന്തോ ഉള്ളൂ. അപ്പോൾ 10,000 ക്രിസ്ത്യാനികൾ മാത്രമുള്ളവരടുത്ത് എന്തിനാണ് അച്ചായന്മാർ, അതായത് ക്രിസ്ത്യാനികൾ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത് എന്നാണ് ഈ ജിമ്മി എന്ന മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്. എന്തൊരു മഹത്തായ ജനാധിപത്യ മതേതരത്വ ബോധമാണ് ആ മാപ്പിളയ്ക്ക് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളാണ് ഒരു കാലത്ത് നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നത്. അന്ന് കൊള്ളാവുന്ന മാധ്യമത്തിലൊക്കെയാണ് അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അറിയിച്ച സ്ഥലത്ത് തന്നെ എത്തി, മീഡിയ വണ്ണാണ്. അവിടെ ചെന്നപ്പോഴേക്കും അയാളുടെ ശരിക്കുള്ളത് പുറത്തേക്ക് വന്നതാണോ, ഇനി അവരുടെ കൂടെ കൂടിയതുകൊണ്ട് ഇങ്ങനെ ആയതാണോ എന്നറിയില്ല. ഒരു പക്ഷേ BJPയുടെ നേതാവ്, ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 5 പതിറ്റാണ്ടായിട്ട് ഗുരുവായൂരിന് ഒരു ഹിന്ദു MLA ഇല്ല എന്ന് ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചുമ്മാ ഒരു ആരോപണമല്ല, അതൊരു സത്യമാണ്. പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാൻ പറ്റും. കഴിഞ്ഞ 50 വർഷമായിട്ട് അവർ ഇടതോ വലതോ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ അല്ലാതെ അവിടെ മറ്റാരെയും നിർത്തില്ല. ഒരു ഹിന്ദു MLA അവിടെ ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം വർഗീയമായിട്ട് പറഞ്ഞതല്ല, അതാണ് അതിൻ്റെ സത്യം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമാണ്. ഇയാളുടെ ഭാഷ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അന്ന് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ഈ രീതിയിൽ സംസാരിച്ചില്ല. ഇയാളുടെ രീതിയിൽ വെച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്ത് മുസ്ലിങ്ങൾ മാത്രം മത്സരിച്ചാൽ മതി, മറ്റുള്ളവർ എന്തിനു മത്സരിക്കുന്നത്? ഇതാണ് ഇയാളുടെ ചോദ്യത്തിൻ്റെ ആ സാരം. കേവലം 10,000 മാത്രം ക്രിസ്ത്യാനികളുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് എന്തിനാണ് ക്രിസ്ത്യാനികൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വോട്ട് ചെയ്യത്തില്ല എന്നുകൂടിയാണ് അയാൾ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതിനും വലിയ വർഗീയ പരാമർശങ്ങൾ വേറെയുണ്ടോ? ഇനി ഇയാൾ പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ഇവിടെ 140 മണ്ഡലങ്ങളുണ്ട്. ഈ 140 മണ്ഡലങ്ങളിൽ 100 കുറഞ്ഞത് ഹിന്ദുക്കൾ മാത്രം മത്സരിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, 10-15 ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, ബാക്കിയേ വരത്തുള്ളൂ ഈ മുസ്ലിം ഭൂരിപക്ഷം. അപ്പം ഈ ജനസംഖ്യയുടെ, അതായത് ഓരോ മതത്തിൻ്റെയും ഭൂരിപക്ഷം അനുസരിച്ചാണ് സ്ഥാനാർത്ഥികളെ നിന്നാൽ മതി എന്നൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യം, മതേതരത്വം, ഇതിൻ്റെയൊക്കെ എന്തർത്ഥമാണുള്ളത്? ഒരു മാധ്യമ പ്രവർത്തനം തന്നെ ഇരുന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ ഇരുന്ന് ചിരിക്കുന്ന ആരാണെന്ന് നോക്കണം, അപ്പുറത്തിരുന്നുകൊണ്ട് ഒരു ആക്കിയ ചിരി ഇരിക്കുന്നത് ആരാണെന്ന് നോക്കണം. ദാവീദ് എന്ന മാപ്രയാണ്, മദൂദി മാപ്രയാണ് ചിരിക്കുന്നത്. അയാൾക്കൊക്കെ വേണ്ടി അയാളുടെ കൂടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ പ്രേരിപ്പിക്കേണ്ടത് ഒരുപക്ഷെ ജിമ്മിയുടെ ആവശ്യമായിരിക്കും. പക്ഷേ ഇത് ചവച്ച് തുപ്പിവിടുന്നത് എവിടേക്കാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്കതിൻ്റെ അപകടം മനസ്സിലായിട്ടുണ്ടോ? എത്രമാത്രം അപകടകരമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് അയാൾ പറഞ്ഞു വെച്ചത്. അയാൾ അവിടെ ഒരുപക്ഷെ വെളുപ്പിക്കാൻ ശ്രമിച്ചത് ഗുരുവായൂരിൽ സ്ഥിരമായിട്ട് ഈ ഹിന്ദുക്കളല്ലാത്ത ഈ മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിച്ച് MLA ആവുന്നതിനെ ഒരുപക്ഷെ വെളുപ്പിക്കാനും ബാലൻസ് ചെയ്യാനും ശ്രമിച്ചതായിരിക്കാം. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളിടത്ത് മുസ്ലിങ്ങൾ സ്ഥാനാർത്ഥികളായാൽ മതി എന്ന ഒരു രീതി, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദു സ്ഥാനാർത്ഥി ആയാൽ മതിയെന്നും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തീരുമാനിച്ചാൽ പിന്നെ ഈ പറയുന്ന കേരളത്തിൻ്റെ നവോത്ഥാനവും പ്രബുദ്ധതയും മതേതരത്വവും ഒക്കെ എവിടെ പോയി കിടക്കുന്നു? ഇങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകർ എന്ന് പറയേണ്ടത്. അയാൾ ഒരുമാതിരി പുച്ഛത്തോടെയാണ് പറയുന്നത്. അവിടെ വെറും 10,000 ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ, അവിടെ എന്തിനാണ് ഈ അച്ചായന്മാർ പോയി മത്സരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാതിയും മതവും നോക്കി ആളുകൾ വോട്ട് ചെയ്താൽ മതിയോ? അല്ലാതെ സ്ഥാനാർത്ഥിയുടെ മെറിറ്റൊന്നും നോക്കണ്ടേ? എന്താണ് ഈ ജിമ്മി ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു അയാൾ ഈ ഗുരുവായൂർ വിഷയത്തിനെ ലഘൂകരിക്കാൻ വേണ്ടി നോക്കിയതാണ്. ഗോപാലകൃഷ്ണനൊക്കെ എതിരെ വരുത്തി തീർക്കാൻ വേണ്ടി, അതായത് അവിടെ ഗോപാലകൃഷ്ണൻ്റെ അനാവശ്യമായിട്ടുള്ള ചോദ്യമാണ്, അതൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ലേ, അവിടെ മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയാൽ എന്താ കുഴപ്പം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മഞ്ചേശ്വരത്തിനെ അയാൾ ഉദാഹരണമായി പിടിച്ചിട്ടതാണ്. അതാണ് അയാൾ അവിടെ ചെയ്ത് വെച്ചത്. ഇയാളെയൊക്കെയാണ് ഒരു കാലത്ത് നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് എന്ന് നമ്മൾ മലയാളികൾ തെറ്റിദ്ധരിച്ചത്. എന്താണല്ലേ?